ഹലോ എവ്രി വൺ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗ് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചാമ അരി കൊണ്ട് പൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തു, പൂട്ടെന്നല്ല പറയണ്ടേ, പുട്ടെന്നാണ് പറയണ്ടേ, പിട്ടെന്നാണ് പറയണ്ടേ, എന്തോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പൂട്ടെന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ വരുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ പൂട്ടെന്നൊക്കെ പറയുന്നത് സഹിച്ചിരിക്കുക, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചാമയരി കൊണ്ട് പൂട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് ചാമയരി. ഏതാണ്ട് ഒരു റവ പോലെ ഇരിക്കും, ഒരു ഓഫ് വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റ് അല്ല. ഇനി ഇതേപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മില്ലറ്റും കൂടെ ഉണ്ട്, അതിന്റെ പേരാണ് തെന. ഇതാണ് തെന. തെന കണ്ടോ, കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളറാണ്. തെന എന്ന് പറഞ്ഞാല് ഫോക്സ് ടെയിൽ മില്ലറ്റ്. തെന സാധാരണ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു അരിയാണ്. ഇത് ഹള്ള് ചെയ്ത് ഇതിപ്പോ ഇരിക്കുന്നത് ഹൾഡാണ്. ഇതിന്റെ പുറത്തൊരു തവിടുണ്ട്, അപ്പൊ ആ തവിട് നീക്കിയതാണ്. ആ തവിട് നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ ആ തവിട് നീക്കിയാണ് ഈ തെന നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ഇത് ഹൾഡ് തെനയാണ്. ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം അങ്ങാടി കടയിലൊക്കെ പോയി വാങ്ങാൻ പോയാല് ചിലപ്പം ഇത് ഹള്ളി ചെയ്യാത്ത തെനയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവര് പക്ഷികൾക്ക് കൊടുക്കാനുള്ള തെനയാന്ന് വിചാരിച്ചായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് അബദ്ധം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വാങ്ങാൻ വിട്ടാല് ചിലപ്പോൾ പുള്ളി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഹള്ള് ചെയ്യാത്തതായിരിക്കും. അപ്പൊ അത് നമ്മൾ നോക്കി വാങ്ങിച്ചാൽ മതി, ഇതുപോലെ ഇരിക്കുന്നത് നോക്കി വാങ്ങിച്ചാൽ മതി. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഹള്ളി ചെയ്യാത്ത തെന വാങ്ങി ഉപയോഗിക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് തെന ഇരിക്കുന്നത്. ഇത് ഫോക്സ് ടെയിൽ മില്ലറ്റ് ആണ്. സമ്മറിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. മില്ലറ്റ്സ് ആക്ച്വലി സീസണൽ ആണ്. ഓരോ സീസൺ അനുസരിച്ച് മില്ലറ്റ്സ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതായത് വിന്റർ സീസണിൽ ബാജ്രയാണ്, സമ്മർ സീസണിൽ ജവാർ എന്ന് പറഞ്ഞൊരു മില്ലറ്റ് ആണ് കഴിക്കേണ്ടത്. നമ്മുടെ കേരളത്തില് ഈ ഒരുപാടങ്ങൊരു തണുപ്പും ഒരുപാടങ്ങ് ചൂടും ഇല്ല. ഈ അടുത്ത കാലത്ത് തൊട്ട് ഉണ്ട്, എന്നാലും നോർത്ത് ഇന്ത്യയിലെ പോലെ അതിഭയങ്കര ചൂടും അതിഭയങ്കര തണുപ്പും നമുക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ ബാജ്രായും ജവാറും അങ്ങനെ മാർക്കറ്റിൽ കിട്ടാറില്ല. ഇത് രണ്ടും നോർത്തിലോട്ടാണ് കൂടുതലും കിട്ടുന്നത്. ജവാർ സമ്മർ സീസണിലാണ് കഴിക്കേണ്ടത്. അത് വെച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം. അത് കൂടുതലും സമ്മറിലാണ് കഴിക്കേണ്ടത്, നമ്മുടെ ബോഡിയെ കൂളാക്കും. ബാജ്ര വിന്ററിലാണ് കഴിക്കേണ്ടത്, നമ്മുടെ ബോഡിക്ക് ഹീറ്റ് തരും. അത് വെച്ചും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റ്സ് ആണ് ഈ ചാമയരി, റാഗി, പിന്നെ തെന. പിന്നെ പ്രോസോ മില്ലറ്റ് എന്ന് പറഞ്ഞൊരു മില്ലറ്റ് ഉണ്ട്. അതിൻ്റെ അരി ഈ തെനയും ചാമയെക്കാട്ടിലും കുറച്ച് വലുതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇവിടെ കോഴിക്കോടാണെങ്കിൽ പാളയം മാർക്കറ്റിലൊക്കെ ഒരുപാട് കടകളുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. വെള്ളിയങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ വില കുറവ്. ഇനി ഇതെന്താന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ് റാഗി. ഈ റാഗി കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിന്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റാഗി വെച്ച് പൂട്ട് ഉണ്ടാക്കാം. ഇതിന്റെ പൊടി നമുക്ക് വാങ്ങാനും കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇപ്പം പുതിയ പഠനങ്ങൾ പറയുന്നത് മില്ലറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ഫൈബർ ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, കാൽഷ്യം റിച്ച് ആണ്, അമൈനോ ആസിഡ്സ് ഉണ്ട്. അത് മാത്രമല്ല ഇത് ഹോൾ ഗ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ഹോൾ ഗ്രെയിൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഈ മില്ലറ്റ്സിന്റെ മലയാളം പേരെന്താന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. അതിന് ചെറുധാന്യം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മില്ലറ്റ്സ് സീസണൽ ആണ്, സീസണൽ ഗ്രെയിൻസ് ആണെന്ന്. ഇപ്പൊ റാഗി കൂടുതലായിട്ട് കഴിക്കേണ്ടത് മോൺസൂൺ ടൈമിലാണ്. ആ കാലാവസ്ഥയിലാണ് റാഗി കൂടുതൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആ മഴക്കാലം ആ സമയത്താണ് റാഗി കൂടുതൽ കഴിക്കേണ്ടത്. കൂടുതൽ നമുക്ക് ശരീരത്തിന് ശക്തിയും രോഗപ്രതിരോധ ശക്തിയും ഒക്കെ തരുന്നത്. അപ്പൊ ആ കാലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പം റാഗിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ല റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീനും കാൽഷ്യം ഒക്കെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മില്ലറ്റ്സ് പെസ്റ്റിസൈഡ് ഫ്രീ ആണ്. അതിന് നമ്മൾ ഈ വിഷവും ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മില്ലറ്റ്സ് ഏത് കണ്ടീഷനിലും വളരും.
അത് ഡ്രൗട്ട് ആണേലും മഴയാണേലും അതെങ്ങനെയും പിടിച്ചു നിൽക്കും. അത് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ മില്ലറ്റ്സ് ഇപ്പം ഭയങ്കര ഒരു ഇൻ ഡിമാൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് മില്ലറ്റ്സിന് ന്യൂട്രി സീരിയൽ എന്നും പറഞ്ഞൊരു പദവി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2018 ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ? ദാറ്റ് ഇന്ത്യ സെലിബ്രേറ്റഡ് 2018 ആസ് ദി നാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന്. അത് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് യുണൈറ്റഡ് നേഷൻസിന് ഒരു റിക്വസ്റ്റ് കൊടുത്തായിരുന്നു ദാറ്റ് മില്ലറ്റ്സിനെ ഒരു സൂപ്പർ ഫുഡായിട്ട് കാണണം, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, ഏതെങ്കിലും ഈ കമ്മിങ് ഇയേഴ്സിൽ ഏതെങ്കിലും ഒരു വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ കൊടുത്തായിരുന്നു. ആ പ്രപ്പോസൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചു. അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇൻ 2023, അതായത് 2023 യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്തു, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇവിടെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ധാന്യമാണ് മില്ലറ്റ്സ്. അതെല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾക്ക് കൂടുതൽ നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ഇത് കിട്ടാൻ തുടങ്ങും. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയട്ടെ. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ്സ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഗ്രെയിൻ ആണെന്ന്. മില്ലറ്റ്സിന് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് മില്ലറ്റ്സിനെ കുറിച്ച് ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണുമല്ലോ. ഇനി നമുക്ക് ചാമ അരി കൊണ്ട് പൂട്ടുപൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചാമയരി പൂട്ടിൻ്റെ പൊടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഇൻ്റർനെറ്റിൽ ആരും ഈ ചാമയരി പൂട്ടിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു മെൻഷൻ നമുക്ക് തരുമ്പം അത് ഒരുപാട് നമ്മൾക്ക് ഇൻസ്പയറിങ് ആയിരിക്കും, എൻകറേജിങ്ങും ആയിരിക്കും. അപ്പം ആരെങ്കിലും എൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമാവും എനിക്ക്. ഞാൻ ഓൾറെഡി ഈ ചാമയരിയുടെ പൂട്ടുപൊടി ഉണ്ടാക്കി കുറച്ച് കൂടുതലുണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാ പൂട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 5 കിലോ ചാമയരി മേടിച്ചിട്ട് അത് കഴുകി ചെറുതായിട്ടൊന്ന് ഉണക്കി, സ്ഥിരം പൊടിക്കുന്ന ഒരു മില്ലുണ്ട് കോഴിക്കോട്. അപ്പോൾ ആ മില്ലിൽ കൊടുത്ത് പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ പൂട്ടിൻ്റെ തരി പോലെ പൊടിച്ച് തരാൻ പറഞ്ഞു. പൊടിച്ചിട്ട് പുള്ളിയെ കൊണ്ട് തന്നെ ഞാനിത് വറുത്തെടുപ്പിച്ചു. നമ്മുടെ സാധാ പൂട്ടിൻ്റെ പൊടി വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുപ്പിച്ചു. കുറച്ചും കൂടെ നൈസായിട്ട് പൊടിച്ചു. പൂട്ടിൻ്റെ പൊടിക്ക് ഇച്ചിരി ഒരു തരി ഉണ്ടല്ലോ, പക്ഷെ ഇത് പുള്ളി പൊടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയുടെ അത്രയെന്ന് വേണമെങ്കിലും പറയാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 കിലോയോ 5 കിലോയോ ഒക്കെ ചാമയരി വാങ്ങി കഴുകി ഒരു അരിപ്പയിൽ വെള്ളം വാലാൻ വെക്കണം. ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നിങ്ങളത് മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സാധാ അരി പൊടിക്കുന്ന പോലെ പൊടിച്ചു തരാൻ പറയണം. എന്നിട്ട് അവരോട് തന്നെ പറയണം, ഇപ്പോൾ ഉള്ള മില്ലിലെല്ലാം ഈ പൊടിച്ച് വറുത്ത് തരുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അവരോട് തന്നെ പറയണം പൂട്ടിന് വറുക്കുന്ന പോലെ തന്നെ വറുത്തും തരാൻ പറയണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് കൊടുക്കുമ്പോൾ പൂട്ട് പൊടിക്ക് വറുക്കുന്ന പോലെ വറുത്ത് പൊടിച്ച് തരാൻ പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ചെയ്താൽ ഇത് ഒരുപാട് നാൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെക്കുന്ന പോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസമെങ്കിലായി കാണും. ഈ സ്റ്റീൽ ടിൻ നിറച്ചും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം പകുതിയായി. അപ്പം ഇങ്ങനെയാണ് ഞാനിത് പൊടിച്ചു വെക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഇങ്ങനെ ബൾക്കായിട്ട് 2-3 കിലോ വാങ്ങാൻ സൗകര്യം ഇല്ലാത്തവരല്ലേ, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് 1/2 കിലോ വെച്ചോ അല്ലെ 2 കപ്പ് വെച്ചോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരുപാട് നാള് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ പൊടി സ്റ്റോർ ചെയ്യാം. നമ്മൾ ഒരുപാട് ഒരു 3 കിലോ 4 കിലോ ഒക്കെ നമ്മൾ വറുക്കുമ്പോൾ നല്ലോണം വറുക്കണം. അല്ല, നമ്മൾ അരിപ്പൊടി വറുത്ത് വെക്കത്തില്ലേ, അതേപോലെ നല്ല ടൈറ്റായിട്ട് വറുത്ത് വെക്കണം. അപ്പം ഞാൻ അങ്ങനത്തെ അല്ല ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇത്രയും വറുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അതുകൊണ്ടാണ് ചെറിയ അളവിൽ കാണിക്കുന്നത്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ചാമേരി കൊണ്ട് പുട്ടുപൊടി ഉണ്ടാക്കി രാവിലത്തേക്കാണെങ്കിൽ തലേ ദിവസം വൈകുന്നേരം വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അത് ഒരു ദിവസമൊക്കെ പുറത്തിരുന്നാലൊന്നും ചീത്തയാവില്ല. ഒരു ദിവസത്തിൽ കൂടുതലാണെങ്കിൽ വറുത്ത പൊടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൂട്ടുണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് പൂട്ടുണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഈ ചെറിയ കപ്പിലാണ് ചാമേരി മെഷർ ചെയ്യാൻ പോകുന്നത്. ബൗളിലേക്ക് 2 കപ്പ് ചാമേരി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കഴുകി, ചിലപ്പോൾ ചെറിയ കല്ലൊക്കെ കാണും. ഇത് ഞാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ ചെറിയ കല്ലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം. അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരിച്ചെടുക്കുക. ഈവൻ റാഗിയിലും ചെറിയ കല്ലുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ബാജ്ര എന്ന് പറഞ്ഞ മില്ലറ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് കാലത്ത് ആ സീസണിലാണ് കഴിക്കുന്നതെന്നൊക്കെ. ഇതാണ് ബാജ്ര. ഇതിനൊരു ചെറിയ ഒരു ബ്രൗണിഷ് കളറാണ്. ഇംഗ്ലീഷിൽ പേൾ മില്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വെച്ച് റോട്ടി, പറാട്ട, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം. തണുപ്പ് കാലത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് കിച്ചടി ഉണ്ടാക്കാം. ഒരുപാട് വെറൈറ്റീസ് ഇത് വെച്ച് ഉണ്ടാക്കാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു, അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചുള്ളൂ. ഇപ്പം ഞാനൊരു 4 തരത്തിലെ മില്ലറ്റ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി ജവാർ എന്ന് പറഞ്ഞ മില്ലറ്റ് ആണ്. അത് സമ്മറിലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മേജർ മില്ലറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഞാനിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി, ചെറിയ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടോ നോക്കി കഴുകി എടുത്തിട്ട് വരാം. ഇപ്പൊ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. മില്ലറ്റ്സ് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. കാരണം അത് ഏതൊരു കണ്ടീഷനിലും വളരാനുള്ള ശക്തി അതിനുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മില്ലറ്റ്സ് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. ഓർഗാനിക് ആണ്, അതുകൊണ്ട് ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇത് ഞാൻ എന്തായാലും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എന്താ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരിപ്പ, ഏത് അരിപ്പായാലും കുഴപ്പമില്ല, ഒരു അരിപ്പ, അതിൻ്റെ മുകളിൽ നല്ലൊരു കോട്ടൺ കിച്ചൺ നാപ്കിൻ, നല്ല ക്ലീൻഡ് ഒരു കോട്ടൺ കിച്ചൺ നാപ്കിൻ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ചാമയരി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയാണ്. ഉള്ള വെള്ളവും വാർന്നു പോവുകയും ചെയ്യും. ഈ തുണി ബാക്കി മോയ്സ്ചർ അബ്സോർബും ചെയ്യും. അപ്പൊ നമുക്ക് ചാമയരി പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. 5 കിലോ ഒക്കെ ചെയ്യുമ്പം ഞാനൊരു കൊട്ടയിലാണ് വാരി വെക്കാറുള്ളത്. അന്നേരം ഞാൻ ഇങ്ങനെ തുണിയൊന്നും ഇടത്തില്ല. ഒരു 1/2-3 മണിക്കൂറൊക്കെ കൊട്ടയിൽ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് മില്ലിൽ കൊണ്ട് കൊടുക്കാറുള്ളത്. ഇപ്പം ഏതാണ്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ചാമേരി വറുക്കാനായിട്ട് ഞാൻ അയൺ പാൻ ആണ് ഉപയോഗിക്കുന്നത്. പാൻ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യമൊക്കെ ഞാനും ഹസ്ബൻഡും മാത്രമേ ചാമേരി പൂട്ട് കഴിക്കുള്ളായിരുന്നു. സ്ലോലി അരി കൊണ്ട് പൂട്ടുണ്ടാക്കുമ്പം അതിലേക്ക് ഇതിൻ്റെ പൊടി കുറച്ച് ചേർത്ത് നോക്കും. പിള്ളേർ കഴിക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അപ്പം അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് സ്ലോലി ഫുള്ള് ചാമേരി പൂട്ടാക്കി മാറ്റി. അപ്പം ഇപ്പം ഞാൻ വീട്ടിൽ പൂട്ടുണ്ടാക്കുന്നത് ഈ ചാമേരി കൊണ്ടാണ്. ആദ്യം നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം ഹാഫ് ചാമേരിയും ഹാഫ് പച്ചരി എടുക്കുക. കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് 3/4 ചാമേരിയും 1/4 പച്ചരിപ്പൊടിയും എടുക്കുക. പിന്നെ മൊത്തം അങ്ങ് ചാമേരിയുടെ പൊടി ആക്കുക. അപ്പം വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അറിയത്തൊന്നുമില്ല പിള്ളേർ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയബറ്റിക് ആണോന്ന്. അങ്ങനെ ഡയബറ്റിക് ഒന്നുമല്ല. ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. കഴിയുന്നതും മാക്സിമം ഒരു 95% ഞാൻ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു 5 കൊല്ലമായി. സ്ലോലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതോടൊപ്പം തന്നെ പിള്ളേരെയും സ്ലോലി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പാടാണ് പിള്ളേരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഓരോന്നും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കണമെങ്കിൽ. ബട്ട് സ്റ്റിൽ ദേ ആർ ഓൾസോ ഡൂയിങ് ദെയർ ബെസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ ഓൾസോ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മില്ലറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നോ നല്ല ഹെൽത്തി ലൈഫ്
ലൈഫ് സ്റ്റൈലിൽ പാടുള്ളൂ എന്നൊന്നും അല്ല. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ടു ലീവ് ബെറ്റർ, എൻജോയ് ലൈഫ് ബെറ്റർ. പലതരത്തിലും നമുക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ഇൻ ടേംസ് ഓഫ് യുവർ സ്കിൻ ഹെൽത്ത്, ഇൻ ടേംസ് ഓഫ് യുവർ ഹെയർ, എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്ത്. ഡസൻ മീൻ ദാറ്റ് നോൺ വെജ് ഒന്നും ഞാൻ കഴിക്കാറില്ലെന്നല്ല, ഞാൻ മീനും ഇറച്ചിയും ഒക്കെ കഴിക്കും. പക്ഷെ ഐ സീ ടു ദാറ്റ് ഐ യൂസ് ഗുഡ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്. ഈ മസാലപ്പൊടിയൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല, എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആണ്. കുറച്ച് പണി കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും പണിയാണെന്ന് എല്ലാവരും പറയും. പക്ഷെ ഐ ഡു ദാറ്റ് എക്സ്ട്രാ എഫേർട്ട് so that my family eats healthy, and along with my family I also hope that you also will eat healthy. So adana ende ഏറ്റവും വലിയ സന്തോഷം. Small changes in life like this makes a big difference in your health. ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ, എനിക്ക് കൈ ഇങ്ങനെ ഇടാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിത് പൊടിക്കാൻ പോവാണ്. പൊടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിലിട്ട് വറുക്കണം. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും ഒരു നനവ് ഉണ്ടെങ്കിൽ ആ നനവ് ഒന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. വറുത്തതല്ല ആക്ച്വലി, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പം അത്രയ്ക്കുള്ള ചൂടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല മോയ്സ്ചറൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്നൊന്ന് ആറിക്കഴിഞ്ഞ് ഞാൻ മിക്സിയിലേക്ക് മാറ്റും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സി കംപ്ലീറ്റ് സ്റ്റീലാണ്, അപ്പോൾ അത് അകമൊക്കെ സ്റ്റീലാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊന്നും അകത്തൊന്നും ഇല്ല. മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ചാമേരി പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച മില്ലിൽ പൊടിച്ച ചാമേരിയുടെ പൊടിയല്ല, അത്രയും പൊടിഞ്ഞിട്ടില്ല, ചെറിയൊരു തരിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് പൂട്ടിൻ്റെ പൊടിക്ക് ഒരിച്ചിരി തരി ഉണ്ടെങ്കിൽ നല്ല മയമുള്ള പൂട്ടുണ്ടാക്കാമെന്നാ പറയുന്നത്. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഒരു പൊടിയുടെ ഇതാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ മാക്സിമം ഇത്രേ പൊടിഞ്ഞ് കിട്ടുള്ളൂ. സൂപ്പർ ഫൈൻ അല്ല, ചെറിയൊരു തരിയുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. മില്ലിൽ പൊടിച്ച പൊടി ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നല്ല സൂപ്പർ ഫൈനാണ്. അപ്പം ആ ഒരു ഇത് മിക്സിയിൽ കിട്ടുന്നില്ല. പിന്നെ മിക്സി ഒരുപാട് കറക്കി മിക്സിക്ക് കേടുവരുത്തണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. പാൻ ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ചാമ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇരുമ്പ് പാത്രമാണ്, പെട്ടെന്ന് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്കും സ്റ്റീലിനെക്കാട്ടിലും ഒക്കെ ഇരുമ്പ് ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. മില്ലിലൊക്കെ പൊടിച്ചുകൊണ്ടിരുന്നതിന് മുന്നേ ഞാൻ സാധാരണ ഇത് രാത്രിയിൽ അങ്ങ് ചെയ്ത് വെക്കും. അപ്പം അടുത്ത ദിവസം രാവിലെ എളുപ്പത്തിൽ പൂട്ടുണ്ടാക്കാമല്ലോ. അപ്പം പിന്നെ ഞാൻ പൂട്ട് പറയുന്നത് നിങ്ങൾ സഹിച്ചേ പറ്റൂ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. പുട്ടെന്നാണ് ഇവിടെ കോഴിക്കോടുകാരൊക്കെ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. അപ്പം അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റീം വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞാൽ കളറൊക്കെ മാറിപ്പോവും. പിന്നെ പിള്ളേർ പറയും ഇത് ഗോതമ്പോ വേറെ എന്തോ സാധനം അമ്മ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ പേടിയാ. എന്നെ പിള്ളേർ ഇങ്ങനെയാ, എന്ത് സാധനം ഞാൻ കൊടുത്താലും അവരതിൻ്റെ ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് അവരാദ്യം എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, എന്താ അമ്മ ഇത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരെപ്പോഴും ഒരു സസ്പീഷ്യസ് ലുക്ക് തരും എനിക്ക്. എന്തോ പുതിയ സാധനം എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് എന്തോ ഉണ്ടാക്കി തന്നെന്നുള്ളൊരു ലുക്കുണ്ട്, ആ ലുക്ക് തരും. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. നമ്മൾ അരിപ്പൊടി ഇങ്ങനെ വറുക്കുമ്പോൾ ഒരുപാട് കട്ട ഉണ്ടാവാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് അങ്ങനെ വലിയ കട്ടയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം ഇനി വീണ്ടും പൊടിക്കേണ്ട ആവശ്യമൊന്നും അതുകൊണ്ടില്ല. ഗൾഫിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കുറച്ച് ചാമേരി പൊടി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്തുകൊണ്ട് പോയാൽ ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഡയബറ്റിക് ഒന്നും ഇല്ലെങ്കിൽ കൂടെയും ഇത് നല്ലതാണ്. ഡയബറ്റിക് ഭാവിയിൽ വരാതിരിക്കാനും നമ്മളുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് 1/2 കിലോ 1 കിലോ ഒക്കെ ആയിട്ട് കിട്ടുമെങ്കിൽ ഇങ്ങനെ
സ്മോൾ ക്വാണ്ടിറ്റീസിൽ വറുത്ത് പൊടിച്ച് വെക്കാം. ഞാൻ ഒരുപാടങ്ങ് വറുക്കുന്നില്ല, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ചീത്തയാകാതിരിക്കുന്ന വിധത്തിലുള്ള അരിപ്പൊടി വറുക്കുന്ന പോലെ ഒന്നും ഞാൻ വറുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ടേ വറുക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും കൂടുതൽ ദിവസം സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നമ്മുടെ പൊടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുവാണെങ്കിൽ നല്ല ചൂടാണ്. ആവശ്യത്തിന് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ചൂട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറട്ടെ. ഇത് ആറുന്ന സമയത്താണ് ഞാൻ സാധാരണ കടലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. 2-3 പേര് ചോദിച്ചു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പ്രത്യേകതകളൊന്നുമില്ല, സാധാ നാടൻ കടലക്കറിയാണ്. അപ്പൊ ഞാൻ എന്തായാലും അതും കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇന്ന് ഉച്ച വരെ നല്ല മഴക്കാറായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ വരാൻ തുടങ്ങി. $250 ഗ്രാം കടല ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടലക്കറി വെക്കാനായിട്ട് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു തുണ്ട് ഇഞ്ചി അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞ, പിന്നെ സവോള ചെറുതാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. കുറച്ച് തേങ്ങാക്കൊത്ത്. ഇനി തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച പോലെ തേങ്ങാപ്പീര അവസാനം ഇട്ടാലും മതി. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഒരു കടിക്കാനൊരു ക്രഞ്ചിനെസ് കിട്ടുമല്ലോ, തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. പഴയ കാലത്തൊക്കെ കടലക്കറി ഉണ്ടാക്കുമ്പം തേങ്ങാക്കൊത്ത് കമ്പൽസറി ആണ്. ചിലവർ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിടുകയും ചെയ്യും. ഞാനിന്ന് എൻ്റെ അമ്മ വെക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ഈ 3 സാധനങ്ങളും കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. കടലയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കടലയ്ക്കകത്തൊക്കെ കല്ലുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് അരിച്ചു വേണം എടുക്കാൻ. ഇപ്പം അങ്ങനെ കടലയ്ക്കൊന്നും കല്ല് കാണാറില്ല. ഈ പറഞ്ഞ പോലെ റാഗിയിലും ചാമയിലും ഒക്കെയാണ് കല്ലൊക്കെ കാണാറുള്ളത്. ഇനി തേങ്ങാക്കൊത്ത് ചേർക്കാം, സവോള, ഇഞ്ചി. ഉപ്പ് അവസാനം ചേർക്കുന്നതാണ് നല്ലതെന്നാ പറയുന്നത്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാ പറയുന്നത്. ഉപ്പ് ആദ്യമേ ചേർത്താൽ കടല വേഗം താമസിക്കും. അതുകൊണ്ട് നമുക്ക് ഉപ്പ് അവസാനം ചേർക്കാം. വെള്ളം, ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. ഇത് ഞാൻ മില്ലിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല. ഞാൻ കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ കറിക്ക് നല്ല കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും. എരിവ് എന്തായാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഞാനിത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ എപ്പോഴും ഉപയോഗിക്കും. അതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ള ഒരു സ്പൈസാണ്. വെസ്റ്റിലൊക്കെ ഇപ്പം ഈ മഞ്ഞൾ ടാബ്ലറ്റ് ഫോമിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരു സപ്ലിമെൻ്റ് ആയിട്ട്. മഞ്ഞളിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥമാണ്. അപ്പോൾ കുർക്കുമിൻ ടാബ്ലറ്റ്സ് ഫോമിൽ വെസ്റ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ തൈറോയിഡ് ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് മഞ്ഞൾ നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മഞ്ഞളിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം മഞ്ഞൾ നമ്മുടെ ദേഹത്ത് അബ്സോർബ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ കുരുമുളകിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ സാധാരണ എൻ്റെ ഈ ചെറിയ ഇടികല്ലിലാണ് കുരുമുളക് പൊടിക്കാറ്. വളരെ എളുപ്പം തന്നെ പൊടിച്ച് കിട്ടും. അപ്പം എൻ്റെ ഈ കല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടൊമാറ്റോ ഒന്നും കടലക്കറിക്ക് ചേർക്കാറില്ല. അവസാനം ഞാൻ കോക്കനട്ട് വിനീഗർ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കള്ളുകൊണ്ട് ഞാൻ വിനാഗിരി ഉണ്ടാക്കുമെന്ന്, ആ വിനാഗിരിയാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടച്ച് വെച്ച് ഇത് വേവിക്കുക. ആദ്യത്തെ സ്റ്റീം വന്നു കഴിഞ്ഞ് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ തീയിലിടുവാണെങ്കിൽ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എങ്ങനെ പോയാലും ഒരു 30 മിനിറ്റിൽ കുറയരുത്.
എൻ്റെ അമ്മയൊക്കെ 1 മണിക്കൂർ വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് വേവിക്കാൻ പോവാണ്. അടച്ചു വെച്ച് ഒരു സ്റ്റീം വന്ന് ഞാനൊരു 40 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ തുറക്കത്തുള്ളൂ. കടലക്കറി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചാമ പൂട്ടുപൊടി നനച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഇന്ന് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഹിമാലയൻ സോൾട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൂട്ടുപൊടിക്ക് ചൂടൊന്നുമില്ല, നന്നായിട്ട് ആറിയിട്ടുണ്ട്. പിങ്ക് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് നമ്മുടെ ഇവിടെ ഈ മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങി ഒന്ന് കഴുകി എടുത്തിട്ട് പൊടിക്കാവുന്നതേ ഉള്ളൂ. പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കുക. അതുപോലെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിനൊരു മെഷറിങ് കണക്കൊന്നുമില്ല, ഇത് നനയുന്ന പരുവം അതാണ്. ഒരു 3 കൈ ഒഴിച്ചു വെള്ളം, 4ാമത്തെ കൈ ഒഴിക്കുക, 5ാമത്തെ കൈ ഒഴിച്ചു. ഇങ്ങനത്തെ ഒരു ബൗളിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട്, എന്നാലേ എളുപ്പമുള്ളൂ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. 6ാമത്തെ കൈ ഒഴിച്ചു, 7. നമ്മുടെ പൊടി നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതായത് ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ, ഈ കട്ടയൊക്കെ ഇങ്ങനെ പൊടിച്ചു കൊടുക്കണം. പൊടിയുടെ പരുവം കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് പൊടി ഇങ്ങനെ എടുക്കുക, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കട്ട പോലെ ഇരിക്കുകയാണെങ്കിൽ പൊടിക്ക് കറക്റ്റ് നനവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇനി നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ നമ്മൾ അങ്ങ് കൈ കൊണ്ട് അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. കണ്ട അരിപ്പൊടി പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, ആരും പറയത്തില്ല അരിപ്പൊടി അല്ലെന്ന്. ഇപ്പം നിങ്ങളുടെ പേരൻസിനൊക്കെ ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പേരൻസൊക്കെ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തപ്പി ഇറങ്ങാനൊക്കെ പാടായിരിക്കും. മാർക്കറ്റിലൊക്കെ പോയി ഇത് വാങ്ങി അവർക്ക് ഇങ്ങനെ പൊടിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഡയബറ്റിക് ഉള്ളവർ മാത്രമേ മില്ലറ്റ്സ് കഴിക്കാവൂ എന്നൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. ഞാൻ ലാസ്റ്റ് ഒരു കൈയും കൂടെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഈ നനച്ച പൊടി ഒരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ വെക്കുവാണെങ്കിൽ, നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് നനച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ചീത്തയാവത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. ഒരു കൈയും കൂടെ ഒന്ന് ഒഴിച്ചേക്കാം. ഇനി വെള്ളമൊന്നും വേണ്ട, മതി. വളരെ പണ്ട് കാലത്തൊക്കെ ഈ പൂട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പം തേങ്ങാപ്പാലല്ല നനച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വെള്ളം ഇപ്പോൾ ചേർത്തില്ലേ, ആ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലായിരുന്നു അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് എൻ്റെ വല്യമ്മ പറയാറുണ്ടായിരുന്നു. ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുമ്പോൾ അരിപ്പൊടി ആണെങ്കിൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരുപാട് കുറയും. മേ ബി അതുകൊണ്ടായിരിക്കും പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പൂട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് വയറൊക്കെ നിറഞ്ഞു പോകും. പത്തിരി സെർവ് ചെയ്യുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞങ്ങളുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ ഇങ്ങനെയാണ് പത്തിരി സെർവ് ചെയ്യുമ്പം ഒരു തവി തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു തരും. നല്ല ടേസ്റ്റാണ് ആ ഉമ്മയുടെ പത്തിരി എന്ന് പറഞ്ഞാൽ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്, ഈ പത്തിരി സെർവ് ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. പഴയ കാലത്തെ ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളും ഓരോ ഗുണങ്ങളും ഉണ്ടല്ലോ. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ. ഇത് നമ്മുടെ പൂട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. നല്ല മയമുള്ള നല്ല സോഫ്റ്റ് പൂട്ടായിരിക്കും ഇത്. കടല ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പൂട്ടും കൂടെ ആവിയേറ്റാം. പൂട്ടുണ്ടാക്കാം. അപ്പം ഞാനൊരു
കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പൂട്ടുകുറ്റിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് ഈ അച്ചിടാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ പൂട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അച്ചിടണം. അത് മാത്രമല്ല, ഉണങ്ങിയിരിക്കുന്ന കുറ്റിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വേണം പൊടി ഇടാനായിട്ട്, അല്ലെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും. ആദ്യം അച്ചിടുക. കുറച്ച് തേങ്ങാപ്പീര, നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പൂട്ടുപൊടി, വീണ്ടും തേങ്ങാപ്പീര, അങ്ങനെ പൊടിയും തേങ്ങാപ്പീരയും കൂടെ ലെയർ ചെയ്ത് അവസാനം തേങ്ങാപ്പീര വേണം മുകളിൽ വരാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് ആവി വന്നുകൊണ്ടിരിക്കുന്ന കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് പൂട്ട് റെഡിയാവും. ഇനി നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കൊഴുപ്പ് വരാൻ വേണ്ടി ഞാൻ സാധാരണ തവി കൊണ്ടൊന്ന് ഇങ്ങനെ മാഷ് ചെയ്യും. അപ്പം കുറച്ച് കടല ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് ഈ കടലക്കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് വരും. ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. കടല ഒന്ന് ഉടയുമ്പം കറിക്ക് ഒരു ചെറിയ കൊഴുപ്പ് വരും. ഇനി ഒന്ന് തീ കത്തിക്കണം. ആവശ്യത്തിന് ഇന്തുപ്പിടുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി ഒന്ന് തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് കടുക് താളിക്കാനുള്ളത് റെഡിയാക്കാം. ഇപ്പോൾ പൂട്ട് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഈ പാൻ ചൂടാകുമ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ലോക്കൽ മില്ലിൽ നിന്ന് ആട്ടുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു വറ്റൽമുളക്, 5-6 ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കരിവേപ്പില ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല. ബാൽക്കണിയിൽ 2-3 ചട്ടിയിൽ കരിവേപ്പില ഞാൻ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് അങ്ങനെ കിട്ടും. ഇതിൻ്റെ മുമ്പിലുള്ള ബ്ലോഗിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് കടലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കടലക്കറിയിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് വിനീഗർ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വിനാഗിരിയാണ്. തീ കെടുത്തി കഴിഞ്ഞിട്ട് വേണം കോക്കനട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഇളക്കുക. ഇത് കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. നല്ല മയമുള്ള പൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാമയരി പൂട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ അളവ് വെച്ച് ഏകദേശം ഒരു 2-2.5 കുറ്റി പൂട്ട് കിട്ടും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം പൊടി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പൂട്ടുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. രാവിലെ പൊടിയൊക്കെ ഉണ്ടാക്കാൻ പോയാൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അരി ഇല്ലാത്ത നല്ല മയമുള്ള പൂട്ട് റെഡിയായി. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. റിഫൈൻഡ് പ്രോഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹോൾ ഗ്രെയിൻസ് ഒക്കെ ഉൾപ്പെടുത്തുക ഡയറ്റിൽ. എസ്പെഷ്യലി മില്ലറ്റ്സ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. ഒരു ആഴ്ചയിൽ 1-2 തവണയെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ മില്ലറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.